ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പേവിഷബാധയായിട്ടുള്ള മരണങ്ങളും പേപ്പട്ടിയുടെ കടിയുമെല്ലാം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു കുട്ടിയെ പേപ്പട്ടി കടിച്ച് വാക്സിൻ എടുത്തിട്ട് പോലും ആ കുട്ടിക്ക് പേവിഷബാധയിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ചെറിയ കുട്ടിയെ നായ കടിച്ച് വാക്സിൻ എടുത്തെങ്കിൽ പോലും ആ കുട്ടിക്ക് പേവിഷബാധയുണ്ടായി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇത്തരത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ നായയുടെ കടി കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപക്ഷെ ഈ വൈറസ് കൂടുതലായി ശരീരത്തിൽ വ്യാപിക്കുന്നതിന് കാരണമാകാറുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപക്ഷെ വാക്സിൻ എടുത്തിരുന്നാൽ പോലും പേവിഷബാധയ്ക്ക് കാരണമാകും. പലരും ചെയ്യുന്നത് പട്ടി കടി കേട്ടുകഴിഞ്ഞാൽ, നായയുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് നന്നായിട്ട് കെട്ടിവെച്ച് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും നായയുടെ കടിയേറ്റ മുറിവ് നിങ്ങൾ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ കടിച്ച ഭാഗത്തിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊടിയും മണ്ണും എല്ലാം മാറ്റിയതിനു ശേഷം ടാപ്പ് വാട്ടറിനകത്ത്, അതായത് ഒഴുകുന്ന വെള്ളത്തിനകത്ത് 15 മുതൽ 20 സെക്കൻഡ് വരെ തുടർച്ചയായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പറയാൻ കാരണം, നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് ആ മുറിവേറ്റ ഭാഗം നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകുന്ന സമയത്ത് ഇതിനകത്തുള്ള വൈറസിന്റെ ലോഡ് നിങ്ങൾക്കറിയാം. നായ കടിച്ചു കഴിയുമ്പോൾ അവയുടെ ഉമിനീരിൽ നിന്നുമാണ് കടിയേറ്റ ഭാഗത്തേക്ക് വൈറസുകൾ കൂടുതൽ വരുന്നത്. ഈ വൈറസിന്റെ ലോഡ് കുറയ്ക്കുന്നതിന് ആ ഭാഗം നന്നായിട്ട് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് വെള്ളത്തിൽ തുടർച്ചയായി കഴുകുന്നത് വൈറസിന്റെ ലോഡ് കുറയ്ക്കാൻ സഹായിക്കും. അതിനുശേഷം ഈ ഭാഗത്തിനെ നിങ്ങളൊന്ന് സേഫ് ആക്കി, കൂടുതൽ മണ്ണും പൊടിയും കയറാതെ ഈ രോഗി എത്രയും പെട്ടെന്ന് അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എത്തിക്കുക. അവിടെ വാക്സിനേഷന്റെ ഇമ്മ്യൂണോഗ്ലോബുലിൻ നൽകാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കുട്ടി അല്ലെങ്കിൽ കടിയേറ്റ ഏതൊരാളാണെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഒരാൾക്ക് പോലും പേവിഷബാധ